ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. കീഴിലത്തെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കാറിൽ നമ്മൾ മ്യൂസിക് സിസ്റ്റം ഫിറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മളതിന് സെപ്പറേറ്റ് നമ്മളൊരു ആമ്പും ഊഫറൊക്കെ കയറ്റുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു 1000 വാട്ട്സിൻ്റെ ആമ്പൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനൊരു ബോക്സും ഉണ്ട്, കുറച്ച് അതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കിടക്കുന്നത്, വയറിങ്ങും കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ സെറ്റ് ചെയ്യും, ഇതിൻ്റെ ഇതൊക്കെ കേൾക്കണം, ഇതെങ്ങനെയാണ് നമുക്ക് ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്യാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് നേരെ ഇത് ഫിറ്റ് ചെയ്യാൻ ഇതിലേക്ക് പോകാം. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യിച്ച് കഴിപ്പിക്കാൻ നമുക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇത് കോപ്പിറൈറ്റ് വരുന്നത്, പാട്ട് നമ്മൾ വെച്ച് കഴിയുമ്പോൾ കോപ്പിറൈറ്റ് വരും. അപ്പോൾ അതുകൊണ്ട് പാട്ട് കേൾപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാലും ഫിറ്റ് ചെയ്യുന്ന വീഡിയോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയാണെന്ന് അറിയാം. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നേരെ ഒരു വീഡിയോയിലേക്ക് പോകാം. ഇതോ, അപ്പോൾ നമ്മൾ ആമ്പിന് കണക്ഷൻ കൊടുക്കണ ഇതാണ് നമ്മൾ എടുക്കണതിന് അടുത്ത്. ഇതിൽ നമ്മളിപ്പോൾ ഇതിനകത്ത് ഇവിടെ എഴുതിയിട്ടുണ്ട്, ഒരെണ്ണം പ്ലസും ഒരെണ്ണം മൈനസും, പിന്നെ ഇത് ഒരു പ്ലസും കൂടെ വേണം. അത് സ്റ്റീരിയോയുടെ എന്ന് പറഞ്ഞ ഒരു പ്ലസ് ആണ്. അതാണ് ഇവിടെ കൊടുക്കുക, സെൻറ്ററിൽ കൊടുക്കേണ്ടത് സ്റ്റീരിയോയുടെ പ്ലസ്. ഇത് ഒരെണ്ണം ഇവിടെ മൈനസും ഇവിടെ പ്ലസും. രണ്ട് ഫ്യൂസ് ഉണ്ട്. പിന്നെ സ്റ്റീരിയോ ഇത് 4 ചാനലാണ്. 4 ചാനൽ 1000 വാട്ട്സിൻ്റെയാണ്. ആ 4 ചാനലിൽ കണക്ഷൻ കൊടുക്കേണ്ട രീതിയാണ് ഇത്. അപ്പോൾ നമ്മളിത് ഈ 2 വയർ എടുത്തേക്കണമെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ അതിൻ്റെ സ്പീക്കറിലേക്കുള്ള വയർ കൊടുക്കാനാണ്. സ്പീക്കറിലേക്ക് ബാക്കിലെ ആമ്പിൽ അപ്പോൾ ബോക്സിലേക്കുള്ള കണക്ഷൻ കൊടുക്കാനായിട്ടാണ് ഇത്. നമ്മൾ ഇതിവിടെ ഒരു കണക്ഷൻ ഇവിടെയും ഇതിലാണ് ഈ 4 ചാനലിൻ്റെ മറ്റ് സ്പീക്കറിലേക്ക് കൊടുക്കാനാണ് കേട്ടോ. ഈ ആമ്പ് ഊഫറിലേക്ക് നമ്മൾ കൊടുക്കേണ്ട, സബ് ഊഫറിലേക്ക് കൊടുക്കേണ്ട കണക്ഷനാണ് ഇതിങ്ങനെ ഇവിടെയാണ് കൊടുക്കേണ്ടത്. ഇങ്ങനെ ഈ 2 വയറും വേണ്ട, ഈ വയർ ഇവിടെ ഈ സ്ക്രൂ ലൂസ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് അതിനത് കയറണമില്ല. ഇപ്പം അതിൻ്റെ അറ്റത്ത് ചെറിയൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് കിടക്കാത്ത. സ്ക്രൂ കുറച്ചുകൂടെ ലൂസ് ചെയ്താക്കാം. അങ്ങോട്ട് കയറ്റിയിട്ട് നമ്മൾ ഇതിങ്ങനെ അത് വെച്ച് മുറുക്കി ഇതാണ്. നമ്മുടെ സ്പീക്കറിലേക്ക് കണക്ഷൻ കൊടുക്കുകയാണെങ്കിലാണ് ഇതിലേക്ക് കൂടി നമുക്ക് കൊടുക്കാം. ഈ രണ്ടെണ്ണത്തിൽ ബാക്കിൽ 2 സ്പീക്കറിലേക്ക് കണക്ഷൻ കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഊഫറിലേക്ക് കൊടുത്തതുകൊണ്ടാണ് ഇങ്ങനെ കണക്ഷൻ കൊടുക്കുന്നത്, ഊഫറിലേക്ക് കൊടുക്കണം. പിന്നെ ഇനി അതിനകത്ത് വേറെ 2 വയറും കൂടി ഉണ്ട്. വേറെ ഇവിടെ ഈ സൈഡിൽ നിന്ന് കനം കൂടി പോയി. ഇത് സ്റ്റീരിയോയുടെ പുറകിൽ നിന്ന് വരുന്ന 2 കോഡാണ്. ഈ 2 കോഡും നമുക്കിവിടെ ഇതിനകത്തുണ്ട്, പ്ലസും ഇത് മൈനസൊക്കെ തന്നെ ഉണ്ട്. ഇതിനകത്തും കൊടുക്കേണ്ടതുണ്ട്. ഇവിടെ എഴുതിയിട്ടുമുണ്ട്. നമ്മളത് നോക്കി ഇവിടെ ഇതിനകത്ത് കോഡിനകത്തൊരു ഇവിടെ ഒരു മാർക്ക് കൊടുത്തിട്ടുണ്ടോ. ഇത് ഇങ്ങനെ വൈറ്റിലും കൊടുക്കുക. പിന്നെ ഒരു റെഡ് നമ്മൾ ഇത് താഴെയും കൊടുക്കുകയാണ്. അങ്ങനെ ഇവിടുത്തെ 2 കണക്ഷൻ. പിന്നെ ഇവിടെ ചാനൽ ഇത് ഓഫ് ചെയ്യാൻ 2 ചാനലും ആക്കാനുണ്ട്, 4 ചാനലും ആക്കാവുന്ന ഓൾറെഡി ചേഞ്ച് ചെയ്തിട്ടാണ് ഇവിടെ. അതിൻ്റെ കണക്ഷൻ ഇവിടെ ഉണ്ട്. അങ്ങനെ ഒരുപാട് കണക്ഷൻ ഇവിടെ മറ്റേ ബാസും ട്രബിളൊക്കെ കൂട്ടിയും കുറയ്ക്കൊക്കെ കുറച്ച് ചെയ്തൊക്കെ വയ്ക്കാം, സെറ്റ് ചെയ്ത് വയ്ക്കാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് കണക്ട് ചെയ്തിട്ട് ബാക്കി ഇതിൻ്റെ അങ്ങേ വശം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു വശം നേരെ നമ്മുടെ സ്റ്റീരിയോയുടെ പുറയിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ സ്റ്റീരിയോയുടെ പുറയിലേക്ക് കണക്ട് ചെയ്യണം. എന്നിട്ട് അത് നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പുറയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്, സ്റ്റീരിയോയുടെ പുറയിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വയറൊക്കെ നമ്മുടെ കിടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് ഓൺ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ചെയ്ത് നമുക്കിപ്പോൾ ഇതിനകത്ത് ലൈറ്റും തെളിയും. ഇവിടുത്തെ ഓൺ ചെയ്യുമ്പോൾ നമ്മൾ ഇതിനകത്തൊരു ബ്ലൂ ലൈറ്റ് തെളിഞ്ഞ് വരും കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ബ്ലൂ ലൈറ്റ് തെളിയുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കൊന്ന് ഉണ്ടോ, കണക്ഷൻ കൊടുക്കുമ്പോൾ ബ്ലൂ ലൈറ്റ് തെളിഞ്ഞതുണ്ടോ ഉണ്ടോ. ഇതിലേക്കും കൂടി ആ സെൻറ്ററിലുള്ള കണക്ഷൻ വരുമ്പോൾ, സെൻറ്ററിലേക്കുള്ള വയറിലെ കണക്ഷൻ വരുമ്പോഴാണ് ഇതിനകത്തുള്ള ബ്ലൂ ലൈറ്റ് തെളിഞ്ഞ്. ഇപ്പുറം ഒരു ലൈറ്റ് കൂടെ ഉണ്ട് ഇതിന്. ഇത് കണ്ടോ, ഇവിടുത്തെ ലൈറ്റ് പോകും. അപ്പോൾ പവർ ഓണായി. ഇതാണ് പവർ ഓൺ ആക്കി കഴിയുമ്പോൾ. ഇത് സ്റ്റീരിയോ ഓൺ ചെയ്താൽ മാത്രമാണ് ഈ ലൈറ്റും വന്ന് ഈ ഇൻഡിക്കേറ്റർ ലൈറ്റിനും വന്ന് ഇത് ഓണാവുള്ളൂ. ആ സ്റ്റീരിയോ ഓണാവാത്ത പക്ഷം ഇതിങ്ങനെ തെളിയില്ല കേട്ടോ. ഇങ്ങനെ കണ്ട് കിടക്കുള്ളൂ. ഓൺ ആക്കുമ്പോൾ ഇവിടെ ബ്ലൂവിൽ വരും, ഇവിടെ ഒരു യെല്ലോ കളറിലും വരും. അപ്പോൾ നമുക്കിനി ഇതൊന്ന് വർക്ക് ചെയ്യിച്ച് നോക്കാം. വർക്ക് ചെയ്യിച്ച് കഴിഞ്ഞാൽ ഇത് സൗണ്ട് നമുക്ക് കേൾപ്പിക്കാൻ പറ്റില്ല, പാട്ട് വരുന്നത് കേൾപ്പിക്കാൻ പറ്റില്ല നമുക്ക്. അതൊരു കുഴപ്പമുണ്ട്.
നമ്മൾ FM ആണ് വെച്ചിരിക്കുന്നത്, വേറെ ഇതും ബ്ലൂടൂത്ത് മറ്റേതും കണക്ട് ചെയ്തിട്ടില്ല. FM ൽ തന്നെ കേട്ട പാട്ടാണ് ഇപ്പോൾ കേൾക്കണത് നമ്മൾ. ഇനി നമുക്ക് ഇതിങ്ങനെയാണ് കണക്ഷൻ കൊടുക്കേണ്ടത്. ബാക്കിൽ ബാക്കിൽ ഊഫർ കാണിച്ചിരുന്നത്, ബാക്കിൽ ഊഫറും കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മള്. അപ്പൊ അത് വെച്ച് ഇത് നമുക്ക് ഈ ആമ്പ് സീറ്റിന്റെ അടിയിലോ അല്ലെങ്കിൽ സൗകര്യം പോലെ എവിടെ വെച്ചാൽ നമുക്ക് അത് വെക്കാം. വയർ അതുപോലെ അതിന്റെ അടിയിൽ കൂടെ എടുത്തുകൊണ്ട്, മാറ്റിന്റെ അടിയിൽ കൂടെ എടുത്തുകൊണ്ടാണ് വെക്കണേ. സീറ്റിന്റെ അടിയിലോ അല്ലെങ്കിൽ ബാക്കിൽ ഡിക്കി തന്നെ വെക്കണേ, ഡിക്കി തന്നെ വെക്കാം. ഇത്രയും വലുതായതുകൊണ്ട് ചിലപ്പോൾ ഡിക്കിയിൽ മറ്റേ സബ് ഊഫറും ഈ ആമ്പും കൂടി കയറിയെന്ന് വരില്ല. അപ്പൊ അതുകൊണ്ട് സീറ്റിന്റെ അടിയിൽ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അപ്പൊ അങ്ങനെ വെക്കുകയായിരിക്കും നല്ല. സീറ്റിന്റെ അടിയിലായിട്ട് സ്പേസിൽ കൊടുത്ത് നോക്കി വെക്കുക. അപ്പൊ അതിനനുസരിച്ച് വയറിന് നീളം കൂട്ടിയിരുന്നത് മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ ഇത്രയാണ് ഇതിന്റെ കണക്ഷനും പ്രശ്നം കാര്യങ്ങളൊക്കെ തന്നെ. ഇനി ഇത് നമുക്ക് ഇത് ഫുൾ വോളിയത്തിൽ വെച്ച് ഇത് വോളിയം കൊടുത്ത് നമുക്ക് ഇതിനകത്ത് സ്റ്റീരിയോ വർക്ക് ചെയ്ത് കേൾപ്പിക്കാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് അത്രയും സൗണ്ട് കേൾപ്പിക്കാതിരിക്കുന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ഊഫർ ഫിറ്റ് ചെയ്യുന്നത്. ആമ്പ് കയറ്റി സ്റ്റീരിയോയിൽ ആമ്പ് സെറ്റ് ചെയ്ത് ഊഫർ വർക്ക് ചെയ്യിക്കുന്നത്. നല്ല സൗണ്ടൊക്കെ നല്ല സൗണ്ടാണ്, പക്ഷെ അത് കേൾപ്പിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് വെക്കാത്തത്. അത് നമ്മൾ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാം. സബ് വെച്ച് പാട്ട് കേൾക്കണം, നമ്മൾ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തൽക്കാലം നമ്മുടെ വീഡിയോ ഇത്രയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണണമെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കണമെങ്കിൽ പറയാനൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങളെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരുപാട് വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരാം. നമുക്ക് വീഡിയോക്ക് അല്പം താമസം വന്നു ഇപ്പോൾ, എന്നാലും ക്ഷമിക്കണം. ഇനി നമ്മൾ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഒക്കെ ഇട്ട് നമുക്ക് അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അത് വരത്തേക്കും ബൈ.